ഹായ് മച്ചാനെ, നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മച്ചാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്, അപ്പോൾ മച്ചാനെ, നമ്മുടെ വേനലെന്ന് പറഞ്ഞാൽ നല്ല ശക്തിയായിട്ട് കടുത്ത് വരികയാണ്. നല്ല ചൂട് കിട്ടുന്നത് കൊണ്ടാവാം നമ്മളെ ചെടികളൊക്കെ വാടി തളർന്നു വരുന്ന ഒരു പരിധിയിലേക്ക് വരികയാണ്. എന്നാൽ എല്ലായിടത്തും വെള്ളം ഒരുപോലെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ചിലരൊക്കെ വെള്ളം ധാരാളം ഒഴിക്കുന്നുമുണ്ട്. അപ്പോൾ വെള്ളം വളരെ കുറവുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് ചെടിക്ക് വെള്ളം നനയ്ക്കേണ്ടത്, അതുപോലെ തന്നെ ഒരു ചെടിക്ക് എത്രത്തോളം വെള്ളമാണ് ആവശ്യം, അതെങ്ങനെയാണ് ചെടിക്ക് നൽകേണ്ടത്, ഏതൊക്കെ രീതിയിൽ വെള്ളം നൽകിയാലാണ് ചെടികൾക്കത് സ്വീകരിക്കാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. എല്ലാ ചെടികൾക്കും അതിൻ്റെ ജീവൻ നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ നല്ല വിളവ് ലഭിക്കുന്നതിനും വെള്ളം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ വെള്ളം കൊടുക്കുന്നതിനൊരു കണക്കുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം കൊടുത്താൽ മതി. തോനെ വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെള്ളം തോനെ കൂടിപ്പോയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മളൊരു കുളത്തിലെടുത്ത് ചാടി എങ്ങനെ ഇരിക്കും, നീന്തലറിയാതെ, അതുപോലെ തന്നെയാണ് ചെടികൾക്ക് ശ്വാസം മുട്ടലുണ്ടാവും. അതുപോലെ തന്നെ ഫംഗൽ അറ്റാക്ക് കൂടും. ചെടികളുടെ വേരുകൾ അഴുകിപ്പോകും. അതുപോലെ തന്നെ നമ്മളിട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടിക്ക് സ്വീകരിക്കാൻ പറ്റാതെ വെള്ളത്തിലൂടെ ലയിച്ച് മണ്ണിൻ്റെ അടിയിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ടാണ് ആവശ്യത്തിന് മാത്രമേ വെള്ളം നമ്മൾ ചെടിക്ക് കൊടുക്കാവൂ എന്ന് പറയുന്നത്. ഇനി ഗ്രോ ബാഗിലാണെങ്കിലോ ധാരാളമായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ പറഞ്ഞ മണ്ണിൽ സംഭവിച്ചതുപോലെ തന്നെ ഗ്രോ ബാഗിലും പെട്ടെന്ന് വരും. കാരണം ഗ്രോ ബാഗിലാകെ ഒത്തിരിപ്പുള്ള സ്ഥലമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പോർട്ടി മിക്സും നമ്മൾ കൊടുക്കുന്ന വളങ്ങളും എല്ലാം കൂടി കൂട്ടി നോക്കിയാലും എങ്ങനെയായാലും ഒരു 7-8 കിലോ കാണും. ഇതിലേക്ക് 1-1.5 ലിറ്റർ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവട് ഭാഗത്തൂടെ ആ ഗ്രോ ബാഗ് കീറിപ്പോവാനും അതുപോലെ തന്നെ ഗ്രോ ബാഗിന് കേടുപാടുകൾ സംഭവിക്കും. എന്നത് മാത്രമല്ല, നമ്മളെ ചെടികൾക്ക് കിട്ടേണ്ട വളങ്ങളെല്ലാം ഇതുവഴി ഒലിച്ചു പോവും. അതുപോലെ തന്നെ കുത്തി ഒലിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം ആവശ്യമുള്ള സമയത്ത് ചെടിക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനുള്ള ഒരു എളുപ്പ വഴിയാണ് തുള്ളി നന. അതായത് ചെടികളുടെ ചുവട് ഭാഗത്ത് തുള്ളിയായിട്ടായിരിക്കും ഈ വെള്ളം വീഴുന്നത്. അതുകൊണ്ട് തന്നെ ചെടിക്ക് പെട്ടെന്ന് അതിനെ സ്വീകരിക്കാനും സാധിക്കും. നമ്മൾ ആ ഗ്രോ ബാഗിലും മണ്ണിലുമൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ജൈവവളങ്ങളും രാസവളങ്ങളും ഒന്നും ഒലിച്ചു പോവുകയുമില്ല. ചെടിക്ക് യഥേഷ്ടം അതിനെ സ്വീകരിക്കാനും സാധിക്കും. ഈ സൂക്ഷ്മ ജലസേചന രീതിയിൽ ഏറ്റവും കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയാണ് ഈ തുള്ളി നന, അല്ലെങ്കിൽ മിനി ട്രിപ്പ് എന്ന് പറയും. നമ്മുടെ കയ്യിൽ സ്റ്റോറായിട്ടുള്ള കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഒരുപാട് സ്ഥലത്ത് നമുക്ക് ചെടികൾക്ക് നനച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ട്രിപ്പ് ഇറിഗേഷൻ്റെ പ്രത്യേകത. ഇത് മാത്രവുമല്ല, ചെടിയുടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോണുകൾ കാണുന്ന ഭാഗത്ത് തന്നെ ഈ തുള്ളിയായിട്ട് ജലം വിറ്റ് വീഴുന്നത് കൊണ്ട് തന്നെ ചെടിക്ക് അതിനെ നല്ലതുപോലെ സ്വീകരിക്കുവാനും സാധിക്കും. നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെള്ളമായാലും അത് ചെടിയുടെ ചുവട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തുള്ളി നനയിലൂടെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല വേരുപടലം ഉള്ളിടത്ത് തന്നെ ആ വെള്ളം ചെല്ലുകയും അത് ചെടിക്ക് നല്ലതുപോലെ സ്വീകരിക്കാൻ പറ്റുകയും അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻ ലൂസ് ഉണ്ടാവാതെ നമ്മൾ കൊടുക്കുന്ന വെള്ളം ചെടിക്ക് നല്ലതുപോലെ ലഭിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ നമുക്ക് ജലബാഷ്പീകരണം, അതായത് സൂര്യൻ്റെ ചൂടേറ്റ് കുറേ വെള്ളമൊക്കെ നമുക്ക് ആവിയായി നഷ്ടപ്പെടും. അതായത് നല്ലതുപോലെ സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലമാണെങ്കിൽ ഓപ്പറേറ്റീവ് ലൂസ്, അതായത് ജലനഷ്ടം കൂടുതലായി ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ചെടിയുടെ വേരുപടലത്തെ തന്നെ ഇതുപോലെ നമ്മൾ തുള്ളി നന കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഓപ്പറേറ്റീവ് ലൂസ് നമുക്ക് കുറയ്ക്കുവാനും വളരെ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ 90% വരെ ചെടിക്ക് ലഭിക്കാൻ പറ്റുന്നു എന്നതാണ് ശാസ്ത്രീയമായ കണക്ക്. അതായത് ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും ധാരാളം വിളവ് ലഭിക്കുക എന്നതാണ് ഈ തുള്ളി നനയുടെ ഒരു ലക്ഷ്യം. ഇതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ, നമ്മളൊരു വാഴയാണ് നട്ടിരിക്കുന്നതെങ്കിൽ ആ വാഴയ്ക്ക് ചുറ്റാകെ നമ്മൾ 2 ട്രിപ്പർ കൊടുത്താൽ മതി. ഈ ഒരു ട്രിപ്പറിലൂടെ ഒരു 20 ലിറ്റർ വെള്ളമെങ്കിലും നമ്മളെ ചെടിക്ക് നൽകാൻ സാധിക്കും. അതിലൂടെ നമ്മുടെ വാഴ നല്ല പുഷ്ടിയോടെ വളർന്നു വരും ഏത് വേനൽ സമയത്തും. അതേസമയം ഒരു തെങ്ങിനാണ്, നല്ല കായ്ഫലമുള്ള ഒരു തെങ്ങിനാണെങ്കിൽ ഈ വേനൽ സമയത്ത് 4 ട്രിപ്പർ കൊടുക്കണം. ഇതിലൂടെ നമുക്ക് ഒരു 30-40 ലിറ്റർ വെള്ളം നമ്മുടെ തെങ്ങിന് ഓരോ ദിവസവും ലഭിക്കണം. ഇനി നമ്മുടെ പച്ചക്കറി ചെടിക്കാണെങ്കിലോ ആകെ 1 ട്രിപ്പർ മാത്രം മതി. അതിലൂടെ നമുക്ക് 3 മുതൽ 4 വരെ ലിറ്റർ വെള്ളം ചെടിക്ക് കൊടുക്കാൻ പറ്റും.
മാവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തെങ്ങിന് കൊടുത്തതുപോലെ തന്നെ 4 ട്രിപ്പർ 4 സൈഡിലും കൊടുത്ത ശേഷം ഒരു 30 മുതൽ 50 ലിറ്റർ വെള്ളം വരെ നമ്മളൊരു മാവിന് കൊടുത്തിരിക്കണം. അപ്പോൾ ഈ രീതിയിലൂടെ ഒരു ചെടിക്ക് വേണ്ടുന്ന ജലം അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോണിൽ തന്നെ എത്തിക്കാൻ നമുക്ക് പറ്റുന്നു എന്നത് തന്നെയാണ് ഇതിലെടുത്ത് പറയേണ്ട സവിശേഷത. ഈ രീതിയിലാണ് നമ്മളെ പ്ലാവിനും തെങ്ങിനും മാവിനും അതുപോലെ തന്നെ പച്ചക്കറികൾക്കും ഒക്കെ കൊടുക്കുന്നെങ്കിൽ അതിൽ നിന്നും ധാരാളം വിളവ് നമുക്ക് ഈ വേനൽ സമയത്ത് കിട്ടും. അതായത് ഇതിൻ്റെ പൂക്കൾ പൊഴിഞ്ഞു പോവില്ല, അതുപോലെ തന്നെ വരുന്ന പൂക്കളെല്ലാം വർദ്ധിക്കും, അതിലൂടെ നല്ല വിളവ് ലഭിക്കും. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് തെങ്ങിന് ട്രിപ്പർ കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തെങ്ങിന് ആവശ്യമുള്ള വെള്ളം അതിൻ്റെ റൂട്ട് സോണിൽ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ മാക്സിമം ഉൽപ്പാദനം ഈ തെങ്ങിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രിപ്പ് ഇറിഗേഷൻ എന്നൊക്കെ പറയുമ്പോൾ, അതായത് തുള്ളിനന എന്നൊക്കെ പറയുമ്പോൾ നല്ല ചിലവേറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാർഗത്തിലൂടെ തുള്ളിനന കൊടുക്കുന്ന രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനായി നമ്മളൊരു 35-40 ലിറ്ററിൻ്റെ വലിയൊരു കന്നാസാണ് എടുക്കേണ്ടത്. ഒരു പക്ഷേ നിങ്ങൾക്ക് കന്നാസ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇതുപോലത്തെ കന്നാസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ തൊട്ടിയായാലും മതി. അതിൻ്റെ ചുവട് ഭാഗം ഇതുപോലെ ഹോളിട്ട ശേഷം ആ ഹോളിലേക്ക് നമ്മൾ ഓരോ ട്യൂബുകളായിട്ട് ഇതുപോലെ നമുക്ക് ഈ ഹാർഡ്വെയർ കടകളിലൊക്കെ ഈ ലെവലോസിൻ്റെ ട്യൂബ് കിട്ടും. ഇതിന് 1 മീറ്ററിന് കൂടിപ്പോയ ഒരു 7 രൂപ ആ ഒരു ലെവലൊക്കെ ഉള്ളൂ. അത് വാങ്ങിക്കുക. അതിനുള്ളിലേക്ക് നമുക്ക് വല്ല കോട്ടൺ തുണിയോ കയറ്റി ഇതിനകത്തൂടെ കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ കാണുന്നത് പോലെ ഇതുവഴി എടുത്ത് നമുക്ക് വെള്ളം തുള്ളി നനയായിട്ട് കൊടുക്കാം. അത് ഇതുപോലെ നമ്മൾ ഒരു തെങ്ങാണെങ്കിൽ തെങ്ങിൻ്റെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ കാണുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് 2 മീറ്ററെങ്കിലും, അതായത് 1.5 മീറ്ററെങ്കിലും വിട്ട് ഒരു തടം എടുത്ത ശേഷം ആ തടത്തിൻ്റെ സൈഡ് ഭാഗത്താണ് ഇതുപോലെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ കാണുന്നത്. അപ്പോൾ ഈ രീതിയിലും നമുക്ക് ഈ തുള്ളി നന പദ്ധതി നമുക്ക് ഉണ്ടാക്കാം. അതായത് ഒരു സാധാരണക്കാരന് കൊടുക്കാൻ പറ്റുന്ന രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മളെ വീട്ടിൽ വേസ്റ്റായി കിടക്കുന്ന സാധനങ്ങളാണ് ഇതുപോലെ ബക്കറ്റുകൾ. അതിൻ്റെ ഓട്ടയൊക്കെ നമ്മൾ വല്ല MC-ലോ വെച്ചൊക്കെ അടച്ചതിന് ശേഷം വേണം ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്യാൻ. ഇതുപോലെ നമുക്ക് 1, 2, 3, 4 പൈപ്പുകൾ ഇതുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് ഈ ഒരു തുള്ളി നന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതിലൂടെ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് തെങ്ങിന് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിലും ആ വെള്ളം മൊത്തം ചെടിക്ക് സ്വീകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വല്ല പൊട്ടാഷോ അങ്ങനെയുള്ള വെള്ളത്തിൽ അലിയുന്ന വളങ്ങളാണെങ്കിൽ ഇതോടൊപ്പം ചേർത്ത് നമുക്ക് കലക്കിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അലിയിച്ചതിന് ശേഷം ഈ പൈപ്പ് വഴി കയറ്റി വിടാം. അപ്പോൾ ഒരു ശകലം പോലും വളം നമുക്ക് നഷ്ടപ്പെടാതെ നമ്മളെ ചെടിക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെ ചെടിക്ക് ആവശ്യമുള്ള വളം ഇതിൻ്റെ ചുവട് ഭാഗത്ത് നമുക്ക് കറക്റ്റ് സമയത്ത് ചെറിയ അളവിൽ, അതായത് രാസവളങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചെറിയ അളവിലായാലും നമുക്കതിനെ ചെടിയുടെ ചുവട്ടിൽ എത്തിക്കാൻ പറ്റും. മാത്രവുമല്ല നമ്മൾ ഒരാളിനെ നിർത്തി തോണ്ടി വളമിടണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല പൈസ ആവില്ലേ. അപ്പോൾ ആ പൈസ നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. നമ്മളെ വളം ഒരു ശകലം പോലും നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് നമ്മളെ ചെടിക്ക് വളം പ്രയോഗം നടത്തുകയും ചെയ്യാം. ഇങ്ങനെ നമ്മൾ വെള്ളം കൊടുത്താലും നമ്മൾ ചെടിയുടെ ചുവട് ഭാഗത്ത് എപ്പോഴും പൊതയിട്ട് കൊടുക്കണം. കാരണം പൊതയിട്ട് കൊടുത്താൽ നമ്മുടെ കൊടുക്കുന്ന വെള്ളം, അതായത് തുള്ളിനനയാണെങ്കിൽ പോലും അത് ശകലം പോലും നമുക്ക് ബാഷ്പീകരണ നഷ്ടം ഉണ്ടാവില്ല. പൊതയെന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല. നമ്മളെ പുരയിടത്തിലുള്ള കരിയിലകൾ, അതുപോലെ തന്നെ പച്ചിലകൾ, ഇവയൊക്കെ അതായത് കളയൊക്കെ പൊഴുത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്താൽ മാത്രം മതി. അത് നമുക്ക് എല്ലാ പച്ചക്കറികൾക്കും, അതുപോലെ തന്നെ തെങ്ങ്, പ്ലാവ്, മാവ് ഇതിനൊക്കെ ചുവട്ടിലിട്ട് നമ്മൾ ഇതുപോലെ തുള്ളി നനയും കൊടുത്തു കഴിഞ്ഞാലാണ് നല്ല ഫലം നമുക്ക് കിട്ടുന്നത്. ജലത്തിൻ്റെ ബാഷ്പീകരണ നഷ്ടം കുറയ്ക്കാമെന്ന് മാത്രമല്ല ഇത് ചെടിക്ക് നല്ലൊരു വളമായി തീരുകയും ചെയ്യും. ഇതിൻ്റെ ചുവട് ഭാഗത്ത് പൊത കിടക്കുന്നതോടെ ജീവാണുക്കളുടെ വളർച്ച കൂടുകയും ചെയ്യും. നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗത്ത് എപ്പോഴും നല്ല
മേൽമണ്ണായി തന്നെ ഇതുണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ പച്ചക്കറി കൃഷികളായാലും ഈ മറ്റ് കൃഷികളായാലും ഏത് കൃഷി ചെയ്താലും നമ്മൾ കൃഷി ചെയ്യുന്നിടത്ത് എപ്പോഴും തടത്തിൽ പൊതയിട്ട് കൊടുക്കണമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനി മണ്ണിലായിക്കോട്ടെ അതുപോലെ തന്നെ ഗ്രോ ബാഗിലായിക്കോട്ടെ ഏതിൽ നമ്മൾ കൃഷി ചെയ്താലും, ഇനി ചെടിച്ചട്ടിയിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും കുറച്ച് ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് അഴുകാൻ തുടങ്ങിയ കരിയിലയാണ് ഇങ്ങനെ നമ്മൾ പൊതയിടാനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പൊതയിട്ട് കൊടുക്കേണ്ടത് എപ്പോഴും ആ ചെടിയുടെ ചുവട് ഭാഗത്ത്, അതായത് ആ തണ്ടുമായിട്ട് മുട്ടാത്ത വിധത്തിൽ വേണം നമ്മൾ പൊതയിട്ട് കൊടുക്കേണ്ടത്. അതായത് ആ തണ്ട് ഭാഗത്ത് നിന്ന് ഒത്തിരി സ്ഥലം വിട്ടതിന് ശേഷം മാത്രം, ഒരു 2-3 ഇഞ്ച് വിട്ടതിന് ശേഷം മാത്രം നമ്മൾ പൊതയിട്ട് കൊടുക്കുക. വേനൽ ചൂട് നല്ലതുപോലെ കടുത്ത് വരെയാണ് നമ്മളെ ചെടികൾക്ക് ആ വേനലിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുപോലുള്ള തുള്ളിനന രീതികൾ വളരെ പൈസ ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതികളാണ് ഇന്ന് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റു മച്ചാന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. ഇനിയും ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്കും നന്ദി, നമസ്കാരം.